ചായ കടിയൊന്നുമില്ല. എന്താടാ പോകുമ്പോൾ ഇരുത്താലോ? നിന്റെ ആരെയും ചത്ത? അവള് പോയളിയാ. അവള് പോയിന്ന്. ഓ ഓ ഓ അവള് പോവും പോവും. നിനക്ക് അങ്ങനെ തന്നെ വേണം. മാറി ഒരു പെണ്ണ് വന്നപ്പോ എന്തായിരുന്നു നിന്റെ ആക്രാന്തം? അല്ലെങ്കിൽ നീ നിലത്തല്ല, അവളും കൂടി വന്നപ്പോ നിന്റെ നെകളിപ്പ്. അല്ലെങ്കിൽ കുടുംബത്ത് പറഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല ഈ പ്രേമവും പെണ്ണും കല്യാണവും ഒക്കെ. നിർത്തടാ. നീ ആദ്യം ഞാൻ പറയണ എന്താന്ന് വെച്ചാൽ കേക്ക്, എന്നിട്ട് കൊണടിക്ക്. അവൾ എന്നെ തേച്ചിട്ട് പോയതോ അവള് ചത്തു പോയതോ ഒന്നുമല്ല. അവള് UK പോയടാ സ്കോളർഷിപ്പ് കിട്ടിയിട്ട്. അതിന്റെ ഷോ കൊടിച്ചിരിക്കണ ഞാൻ. അല്ല, പെണ്ണില്ലാത്ത നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മൊണ്ണേഷ് പോയിക്കോ. സമയമൊന്നുമില്ലല്ലോ. കൃഷ്ണപ്രിയ സ്വൈപ്പ്. ലിജിയ സ്വൈപ്പ്. റസിയ. എന്താടാ എടാ അതെ, അവള് പോയ പിന്നെ ഞാൻ 2 ഡേറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അതിൽ സ്വൈപ്പ് ചെയ്യണതാണ്. ലിബിയ സ്വൈപ്പ്. നിനക്ക് പ്രാന്താണോ അനീഷേ? അതെ, അത് ഞാനങ്ങ് സഹിച്ചു. ഷെറീന സ്വൈപ്പ്. മണാലിനി. മണാലിനിയാ? എന്ത് പേര്? മൃണാളിനി. മൃണാളിനി. എടാ ഒന്ന് കാണിച്ച്. അല്ല, എൻ്റെ കൂടെ പഠിച്ച മൃണാളിനിയാണോ ഈ മൃണാളിനി എന്നൊരു സംശയം. പിന്നെ നിന്റെ കൂടെ പഠിച്ചവൾക്ക് മാത്രമാണ് ഈ പേര്. അങ്ങനെ എല്ലാവർക്കും ആ പേരൊന്നുമില്ല. നീ അത് കാണിച്ചേ. ആദ്യം ഞാൻ നോക്കട്ടെ, എന്നിട്ട് നിനക്ക് കാണിച്ചു തരാം. അയ്യോ, നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സെക്സ്. എന്തോന്ന്? അവളുടെ ബയോയിലുള്ളതാണ്. ഇനി ഇവളിപ്പം നിന്റെ കൂടെ പഠിച്ചാണെങ്കിലും ഇങ്ങനത്തെ ബയോളുകൾ നമുക്ക് വേണ്ടടാ. സ്വൈപ്പ്. കണ്ടുപോലും പരനാറി അവൻ്റെ അമ്മൂമ്മടം. എന്താണ് ഇവനോട് തന്നെ ചോദിക്കാം. പോയില്ലേ? ആ ഡേറ്റിംഗ് ആപ്പ് ഇതിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരൂ. പെണ്ണ് വേണ്ട പെടക്കോഴി വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് നിനക്ക് ഇവളെ കണ്ടിട്ട് എന്താ ഇപ്പോൾ ഒരു ഇളക്കം? ഇളക്കമൊന്നുമല്ല, കൂടെ പഠിച്ച കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ആപ്പൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തരാം. പക്ഷേ ഇനി അവളുടെ പ്രൊഫൈല് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂട്ടാ. അതൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം. താനിത് ആദ്യം പുളുത്ത് കൊണാണ്ടറൊന്നും. അതുകൊള്ളാം. നമ്മൾ ആദ്യം കണ്ടപ്പോൾ തന്നെ ചോദിക്കണം എന്ന് ഓർത്താ,
നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏയ് ഞാൻ ഈ ടൗണിൽ ഇത് ഫസ്റ്റ് ടൈമാ. അപ്പോൾ പഠിച്ചതൊക്കെ എവിടെയാ? അത് ആലപ്പുഴ. അത് വിട്, തൻ്റെ ജോലിയൊക്കെ എങ്ങനെ പോണു? ജോലിയൊക്കെ ഫെഡപ്പാണ് മാൻ. അതിനിടയിലാണ് തന്നെ കണ്ടതും നമ്മൾ ബഡീസ് ആയതും. അതും തൻ്റെ ബയോ ഉണ്ടാ ഞാൻ ശ്രദ്ധിച്ചേ, നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സെക്സ്. അതെന്താ അങ്ങനെ? ആ അങ്ങനെ തോന്നി. എന്നാലും ഒന്ന് പറയ്, ക്യൂരിയോസിറ്റി കൊണ്ടാ. എനിക്കൊരു ട്രോമ കിട്ടിയിരുന്നു ചെറുപ്പത്തിൽ. ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ? ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ ഒരു 3 പഠിക്കുമ്പോൾ. അതാണോ താൻ സ്കൂൾ മാറിപ്പോയേ? താൻ ആലപ്പുഴ പോണതിന് മുമ്പ് ഇവിടെയല്ലേ പഠിച്ചേ? ആ സ്കൂളിൽ ഞാനും ഉണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ? ഓർക്കുന്നില്ല. ഞാൻ പിന്നെ അത്ര ഫേമസ് ഒന്നും ആയിരുന്നില്ല. എന്തി നാടും വീടും വിട്ടു പോകാൻ കാരണം? സോഷ്യൽ സയൻസ് പഠിപ്പിച്ചൊരു സതീശൻ സാറിന് ഓർക്കുന്നുണ്ടോ? ആ പുള്ളി പുള്ളി എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തു. അന്ന് അതൊന്നും തിരിച്ചറിയാനുള്ള പ്രായമില്ലല്ലോ. വീട്ടിൽ പറഞ്ഞപ്പോൾ അവരെന്നെ സ്കൂൾ മാറ്റി. പക്ഷേ പിന്നീട് അങ്ങോട്ട് പഠിക്കാൻ പറ്റാതെയായി. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എനിക്കവനെ ചീറ്റ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നി തുടങ്ങി. സെക്സ് കേട്ടാലും എനിക്ക് പേടിയായിരുന്നു. എത്രയ്ക്കും ആയിട്ടും ആ ട്രോമ അങ്ങ് വിട്ടുമാറില്ല. എന്നിട്ട് മാറുമെന്ന് എനിക്ക് തോന്നണില്ല. എത്ര പിള്ളേരുടെ ലൈഫ് കളഞ്ഞിട്ടുണ്ടല്ലേ ആ സതീശൻ. മാഷി ചത്തു. ചത്ത? ആ ചത്തിട്ട് 2 കൊല്ലായി. സ്കൂൾ ബസ് ഇടിച്ച് കയറ്റി. താങ്ക് യു. എന്തി? ഒന്നുമില്ല, അങ്ങനെ പറയാൻ തോന്നി. പിന്നെ ഞാനെൻ്റെ ബയോ ചേഞ്ച് ചെയ്തു കേട്ടോ. എന്തോന്ന്? ഞാനെൻ്റെ ബയോ ചേഞ്ച് ചെയ്തു. ഞാനീ പറയാൻ പോണത് പൊട്ടത്തരാണെന്ന് എനിക്കറിയില്ല. കൗൺസിലിംഗ് എന്നെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കിയിട്ടുണ്ട്. എൻ്റെ ആ പഴയ പേടിയൊക്കെ പോയി. ഇപ്പോൾ എനിക്ക് തന്നെ പ്രേമിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പ്രേമം വർക്കൗട്ടായാൽ കല്യാണം കഴിക്കണമെന്നുണ്ട്. ഇനി കല്യാണം വർക്കൗട്ടായാൽ നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെയായി ഹാപ്പിയായിട്ട് ജീവിക്കണമെന്നുണ്ട്. എന്തോ ഐ തിങ്ക് ഐ വിൽ ബി ഹാപ്പി വിത്ത് യു. സോറി, എനിക്കങ്ങനെ തൻ്റെ ഒരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ല. മുമ്പ് കൂടെ പഠിച്ച ഒരാളെ ഡേറ്റിംഗ് ആപ്പിൽ കണ്ടു. സ്ട്രൈക്കിംഗ് ആയ ഒരു ബയോ കണ്ടപ്പോൾ ഒന്ന് കോണ്ടാക്ട് ചെയ്തു.
അത്രേ ഉള്ളൂ. എനിക്ക് ഇങ്ങനൊരു പാസ്റ്റ് ഉള്ളതുകൊണ്ടാണോ അതൊന്നുമല്ല. തനിക്കിനി വേറെ ആരോടെങ്കിലും? ഏയ്, പിന്നെ എന്താ തൻ്റെ പ്രശ്നം? എനിക്ക് എയ്ഡ്സ് ആണ്. ഐ എം HIV പോസിറ്റീവ്. പിന്നെ ഇതൊക്കെ എത്ര സിമ്പിളായിട്ടാണല്ലോ പറയണേ. സിമ്പിളാവും. കുറേ നാൾ ഇതൊക്കെ കൊണ്ടുനടന്ന ആർക്കായാലും സിമ്പിളാവും. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഒന്ന് ഗുണ്ടൽപേട്ട് വരെ പോയതാ, ഒരു ബ്രോത്തലിൽ. കൂട്ടുകാരെല്ലാവരും ഓരോ മുറി കയറി. ഞാൻ കയറിയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? ഞാനാണല്ല എന്ന് പറയുന്നുള്ള പേടി കൊണ്ട് ഞാനും കയറി. വീട്ടിലെത്തി കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പിന്നെ ആരോടും പറയാനൊന്നും പോയില്ല. ഐ എം സോ സോറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ജീവിതം ഇനി ഒരുപാട് മുമ്പോട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് പ്രേമിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ കല്യാണം എനിക്ക് ഐ കാൻ മേക്ക് യു ഹാപ്പി എന്നാണ് തോന്നുന്നത്. ശരിയാടോ, എനിക്ക് തന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല. നീ വന്നില്ലായിരുന്നെങ്കിൽ നീ എന്നെ മാറ്റിയത്. താങ്ക് യു ഫോർ എവറിഥിങ്. ഇനി എന്നെ വിളിക്കരുത്, എനിക്കത് വിഷമാവും. ഗുഡ് ബൈ. ആടാ, വരുന്നില്ലേ നീ? വാ, നമുക്ക് രണ്ടെണ്ണം അടിച്ചൊക്കെ ഇരിക്കാന്ന്. ആ വേഗം വായോ. ശരി.